പഞ്ചായത്ത് അതിസുന്ദരിമാരുടെ പഞ്ചായത്ത്. പലതരം വിഷമേഴും മഹന്മാരുള്ളിടും പടവരും പറ കൊട്ടും ചാത്തനാപുരത്തെ കോടീശ്വരനായ എന്റെ ബാപ്പ വരുമ്പോ മുംതാസിനെ പോലെ മൊഞ്ചത്തിയായിട്ട് എന്റെ ഉമ്മ നിക്കണ്ടേ? ഏത് മുംതാസ്? ഷാജഹാന്റെ മുംതാസ്. മുംതാസിനായി ഷാജഹാൻ താജ്മഹൽ വരെ ഉണ്ടാക്കി കൊടുത്തില്ലേ? അപ്പൊ എന്റെ വാപ്പ എനിക്കായിട്ടും ഒരു താജ്മഹൽ ഉണ്ടാക്കും. അതിന് ഖദീജ മഹൽ എന്ന് നമുക്ക് പേരിടാം. എന്റെ ഉമ്മ ഖദീജ മഹൽ. എനിക്കൊരു ഫ്രീക്കന്റെ കോൾ ഉണ്ടായിരുന്നു. അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ആരുടെ അത്? ഒരബു അലവലാതിയാ, ഒലിപ്പേര് കക്ഷിയാ. സൂക്ഷിച്ചു പിടിയടാ. അങ്ങനെ വിടാൻ പോണില്ല. ഓ, അവന്റെ വാപ്പ ഗൾഫിൽ കോടീശ്വരനാണ് പോലും. ഉടനെ നാട്ടിലെത്തും. പിടിച്ചത് പുളിങ്കമ്പാണോ? പുളിങ്കൊമ്പാണോ കപ്പത്തണ്ടാണോ എന്ന് അങ്ങോട്ട് അടുക്കുമ്പോ അറിയാം. അല്ല, നീ എങ്ങനെ അവനെ പരിചയപ്പെട്ടത്? ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വന്നു, അറിയാതെ അങ്ങ് ആഡ് ചെയ്തു. അങ്ങനെ ഫ്രണ്ട് ആയതാ. ദേ ഒരു കാര്യം പറയാം, ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നതേ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളുടെ കാര്യങ്ങൾ പരസ്പരം അറിയാനുള്ളതാ. അല്ല, നമുക്കൊരിക്കലും പരിചയമില്ലാത്ത ഒരാളോട് തമ്മില് സൗഹൃദം കൂടാനുള്ളതല്ല. നീ പറഞ്ഞത് ശരിയാ. പെൺകുട്ടികൾ ഒരാളെ ആഡ് ചെയ്താ പിന്നെ അവന്മാരുടെ വിചാരം നമുക്ക് അവരോട് കട്ട പ്രേമമാണെന്നാ. ഓ, ചിലപ്പോ അബദ്ധത്തിൽ ആഡ് ചെയ്തും പോവും. ഹോ, ശരി, നീ ഇവന്റെ കാര്യം പറ. ഹോ, ഈ അബുവിന്റെ വാപ്പ വരുന്നുണ്ട്. അയാൾ 20 കൊല്ലത്തിന് ശേഷം നാട്ടി വരുന്നേ. ഇപ്പൊ ഈ അബുവിന്റെ ഉമ്മാക്കൊന്ന് സുന്ദരിയാവണം. ഓ, അത് കൊള്ളാം. വയസ്സുകാലത്തിന് ഭൂതിയെ. ആ, പറ. ഈ അബുവിൻ എന്നെ അവരുടെ വീട്ടിലൊന്ന് കൊണ്ടുപോയി ആ തള്ളയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഭാവി മരുമോളായിട്ടായിരിക്കും. അതെ. ആ പൊട്ടന് കണ്ണും പൂട്ടിയുള്ള പ്രേമ മോളെ. ശരി, നടക്കട്ടെ. 10 പുത്തിനൊപ്പിക്കാനുള്ള വഴിയായി. എന്നെ വീട്ടിലെത്തിക്കാൻ അവൻ കണ്ടുപിടിച്ച കുറുക്കുവഴിയാ. ഉമ്മയെ സുന്ദരിയാക്കാൻ ഞാൻ തന്നെ ചെല്ലണമെന്ന്. ഉമ്മയെ സുന്ദരിയാക്കാനോ? അതെ, വീട്ടിലേക്ക് ഒരു മൊബൈൽ ബ്യൂട്ടീഷ്യനായിട്ട് ഞാൻ ചെല്ലണം. എന്നിട്ട് ആ കിളവി തള്ളയെ സുന്ദരിയാക്കണം. അതുവഴി അവന്റെ പ്രേമം പൂവണിയണം. അതാ അവന്റെ പ്ലാൻ. കൊള്ളാം. അപ്പൊ നീ എന്ത് തീരുമാനിച്ചു? എവിടെ പോവാൻ? ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഒരു കാര്യം എനിക്കറിയില്ല. ഞാനത് വിട്ടു. നീ അത് വിടണ്ട. കേട്ടിട്ടേ 2 മണ്ട ശിരോമണികളാണെന്ന് തോന്നുന്നു, ആ തള്ളേ മകനും. നീ പോകണം. ഞാൻ പോയിട്ടെന്താവാനാ? മുഖത്തിടാനുള്ള ക്രീമിന് പകരം ആസിഡ് ഒഴിച്ചാ എന്താവും എന്റെ സ്ഥിതി? അകത്ത് കിടന്ന് ഉണ്ട തിന്നണം മോളെ. നീ ഞാൻ പറയുന്ന കേക്കാ. നീ പറയുന്ന പോലെ അത്ര അപകടമൊന്നും അല്ല. ഫേഷ്യൽ ചെയ്യാൻ വല്ല അരിപ്പൊടിയോ മറ്റോ എടുത്തു വെച്ചാ മതി. അരിപ്പൊടിയാ? അതേന്ന്. അത് വെച്ച് ഫേഷ്യൽ ചെയ്യാം. ആണാ? ഒരു പ്രശ്നമില്ല. അത് മുഖത്ത് വെച്ച് പിടിപ്പിച്ചാ മതി. പിന്നെ കുറച്ച് വെജിറ്റബിൾ പീലിംഗ്, അത് മതി. അതെങ്ങനെയാ? കുറച്ച് വെണ്ടയ്ക്കയും തക്കാളിയും വെള്ളരിക്കയും അരച്ച് മുഖത്ത് തേച്ചാ മതിയോ? പിന്നെ പച്ചമുളക് അരിഞ്ഞു വെക്കരുത്. തന്റെ കാര്യത്തിൽ ചിലപ്പോ തീരുമാനമാവും. വേണോടോ? പോയിട്ട് വാ, കളയല്ലേ. നല്ലൊരു അവസരവാ. ചിലപ്പോ തള്ളയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ട കോടീശ്വരന് മരുമകളാവില്ലേ? ഇനി എന്ത് വന്നാലും എനിക്ക് ആ മരക്കൊന്തന വേണ്ട. വേണ്ടെങ്കി വേണ്ട. കുറച്ച് കാശടിച്ചു മാറ്റാൻ ഇതാണ് പറ്റിയ സമയം. ഇടി, നിന്റെ ഓസ്മാട്ടൊന്നും അവിടെ കാണിക്കല്ലേ. അയ്യോ, പാവം പോലെ നിന്നോണം. എന്നാ ഒരു കൈ നോക്കല്ലേ? അപ്പൊ ചാലോ സുന്ദരി മുക്ക്. നീതു, മോളിങ് വാ. ദാ എത്തി ഉമ്മ. ഉമ്മാനെ ഐശ്വര്യരായി ആക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അതൊന്നും ആയില്ലെങ്കിലും അപ്പുറത്തെ അവളെക്കാളും സുന്ദരിയാവണം. ഒരാഴ്ച ഉമ്മാന്റെ കൂടെ ഞാൻ നിന്നാ മതി. ഇവിടെ ചില അത്ഭുതങ്ങളൊക്കെ നടക്കും. ആ,
ഏതായാലും എന്റെ മോൻ അബുനെ കൊണ്ട് ഒരു ഗുണം കിട്ടി. ഇത്രയും തങ്കപ്പെട്ട ഒരു കൊച്ചിനെ കിട്ടിയല്ലോ. ഉമ്മാനെ ഞാൻ വേഗം സുന്ദരിയാക്കാം, എന്നിട്ടേ ഞാനിവിടെ നിന്ന് പോവൂ. അത് മതി. പക്ഷേ 23-ാം തീയതി കഴിഞ്ഞ് വേണ്ട. അതെന്താ? അന്ന് നമ്മുടെ ഇക്ക വരും. എന്റെ കെട്ടിയോനായതുകൊണ്ട് പറയല്ല, അങ്ങേരുടെ സ്വഭാവം അത്ര ശരിയല്ല. അലമാരിയിൽ നല്ല വെളുത്ത അലുവ ഇരുന്നാലും എലി കടിച്ച പരിപ്പോടെയാ അങ്ങേർക്ക് ഇഷ്ടം. അല്ല, ഇവിടെ ഇപ്പൊ വെള്ളലുവ ആരാ പരിപ്പോടെ ആരാ? വെള്ളലുവ ഞാനാ. അതിപ്പോ എന്താ സംശയം? പരിപ്പ് വട അതിപ്പോ ആർക്ക് വേണമെങ്കിലും ആവാലോ. കണ്ണടയ്ക്കുമ്മ. കണ്ണിൽ വെക്കാനാ? അയ്യോ, നമ്മൾ വിചാരിച്ച് തിന്നാനായിരിക്കും. ഇതൊക്കെ വെച്ച സൗന്ദര്യം കൂടുവോ? ആ എങ്ങനെ പോകുന്നു ഫേഷ്യൽ? ഉമ്മക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് വേണേലും ചെയ്തോ. പിന്നെ ഉമ്മാനധികം ബുദ്ധിമുട്ടിക്കണ്ട. അതെ, എന്റെ മോൻ അത് ഓർത്ത് വിഷമിക്കണ്ട. ഉപ്പാന്റെ മോനല്ലേ നീ? അപ്പുറത്ത് പോയി ചായ അടിക്കടാ. കടയിൽ ആരെങ്കിലും വന്നു കാണും. മോനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പൊട്ടനാ. കണ്ടില്ലായിരുന്നു അവന്റെ ഒരു നിപ്പ്? നീ പോയില്ലേ? പെണ്ണുങ്ങൾ നിൽക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം? പോടാ. പിന്നെ മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഡോക്ടർമാരാ. ഡോക്ടർ മുരളീധരൻ കാർഡിയോളജിസ്റ്റാ. ഉമ്മക്കറിയോ? ഓ, നമുക്ക് വയറുവേന വരാത്തതുകൊണ്ട് പുള്ളിയെടുത്ത് നമ്മൾ പോയിട്ടില്ല. അല്ല മോളെ, പിന്നെ മോളെന്തിനാ ഈ പണിക്ക് വരുന്നേ? ഇതും ഡോക്ടർമാര് ചെയ്യുന്ന പണിയാണ് ഉമ്മ. സൗന്ദര്യം ഉണ്ടാക്കലേ. കുഞ്ഞിലെ നമ്മൾ എന്ത് സുന്ദരിയായിരുന്നെന്ന് അറിയോ? എത്ര പേരാ നമ്മുടെ പുറകെ നടന്നത്, ഖദീജ ഖദീജ എന്നും പറഞ്ഞു. അവരിപ്പൊ എന്നെ കാണുമ്പോ കരയും. എന്തിന്? കെട്ടാനൊക്കാത്തത് കൊണ്ട്. ഓ, അങ്ങനെ. ഒരാൾ ഇപ്പോഴും വെള്ളം അടിച്ച് കടപ്പുറത്തിരുന്ന് എന്നെ ഓർത്ത് പാടുന്നെന്നാ കേട്ടത്. പരിയക്കുട്ടിയായിരിക്കും. അങ്ങനെ ഏതാണ്ടാ പേര്. പിന്നെ വരാം, പിന്നെ വരാന്ന് പറഞ്ഞില്ല. ആര് വരുന്ന കാര്യോ പറഞ്ഞത്? അല്ല, ഉമ്മയുടെ സൗന്ദര്യം പിന്നെ വരുമോന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അതെവിടെ പോവാന്? എന്തായാലും നീതു മോൾ ഉടനെ എങ്ങും പോണ്ട, ഇവിടെ നിന്നോ. അതെ മോളെ, കഴിയാറായില്ലേ? ഇപ്പൊ കഴിയുമ്മ. ചൊറിയുന്നുണ്ടോന്നൊരു സംശയം. എന്താ? ഒന്നുമില്ല ഉമ്മ. ഉമ്മ, നമ്മള് മാനസിക കണ്ടപ്പോ ഒരു മാനത്ത് കണ്ടു. ഇനി മാനത്ത് നോക്കിയെങ്കിൽ ഇരുന്നാ മതി. കാക്ക കുളിച്ച കൊക്കാവോ? ഇല്ലല്ലോ. ദോശടിച്ച പൊറോട്ടയൊന്നും ഉണ്ടാവില്ലല്ലോ. ഉമ്മക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോവണ്ട, ഈ ഗ്രാമറൊക്കെ തന്നെ മതി. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ഇതേ ന്യൂ ജനറേഷൻ കാലമാണ്. കാശ് കൊടുത്ത സൗന്ദര്യം മാത്രമല്ല, വാപ്പനവരെ കിട്ടും. അവളെ കൊണ്ടുവന്ന് ആരാന്നറിയോ നിനക്ക്? ആ അബുവാ. എവിടെന്നോ ചുമന്നുണ്ടാ വന്നേ. ഈ ഒറ്റ ചക്കപ്പോത്തോൽ ഇവിടെ ഉണ്ടല്ല. ഉമ്മക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ആനെ കൊണ്ട്? ഉമ്മ, ഇതുപോലെ 10 ഞാൻ കൊണ്ട് തരാം. ഉമ്മ സമ്മതിച്ചാ മതി. എന്നിട്ട് വേണം ഞമ്മള് സ്ത്രീ പീഡനത്തിന് ജയിലിൽ പോയി കിടക്കാൻ. ഉമ്മക്ക് ജയിലിൽ പോയി കിടന്ന് 1, 2, 3 എണ്ണാൻ പറ്റില്ല. ഞാനിപ്പോ എവിടെ പോയി ഒപ്പിക്കും ഉമ്മ? നീ എവിടെയും പോയി ഒപ്പിക്കാൻ നിക്കണ്ട. ആ കൊച്ചിനെ കാണുമ്പോ ഒന്ന് പരിചയപ്പെട്ടേക്ക്. ഇവിടെ ഒരു സുന്ദരി ഉണ്ടെന്ന് പറഞ്ഞേക്കടാ. അപ്പോ ഞാൻ അവളെ വളക്കണമെന്നാണ് ഉമ്മ പറയണത്. അങ്ങനെ ഉമ്മ പറഞ്ഞില്ല കേട്ടാ. ഒന്ന് പരിചയപ്പെട്ടേക്ക്, അത്ര പറഞ്ഞിട്ട്. എപ്പ പരിചയപ്പെട്ടെന്ന് ചോദിച്ചാ പോരെ? ഇതിന് വെജിറ്റബിൾ പീലിംഗ് എന്ന് പറയും. അതെന്ത് പീലിംഗാ? ഈ തക്കാളിയെ മുറിച്ച് ഉമ്മ മുഖത്ത് വെച്ച ഉമ്മ തക്കാളി പോലെ ആകും. ചൊക ചൊകാന്ന് ഒരു ഹൂരയാകും. എന്നാ പിന്നത് നേരത്തെ പറയണ്ടേ? ഒരു 2 കിലോ നമ്മൾ മേടിച്ചാനല്ലോ. അതെ, ഇതൊന്നും അപ്പുറത്തവൾ അറിയരുത് കേട്ടാ. അവര് മത്സരത്തിന് വരട്ടെ, നമ്മൾ പൊളിച്ചടുക്കുന്ന കണ്ടോ.
ആ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ മുറിച്ചു വെച്ചോ, നമ്മളൊന്ന് തെളിയട്ടെ. അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്ന എന്റെ ഉമ്മ. പിന്നെ ഉമ്മ, കണ്ണ് ഞാൻ പറയാതെ തുറക്കല്ലേ. കണ്ണിനാണ് കുളിർമ വേണ്ടത്. കുളിരുന്നുണ്ട് കുളിരുന്നുണ്ട്, ചെറുതായിട്ട് കുളിരുന്നുണ്ട്. ഇനി നമ്മളൊന്ന് തിളങ്ങി തെളിയും. നിന്റെ തള്ള ഇനി 5 മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറക്കൂ. പൈനാപ്പിളിന്റെ പുറത്ത് വെണ്ടയ്ക്ക വെച്ച ഒരു തള്ള. നിന്റെ ഭാവി അമ്മായിയമ്മയാ. ഇപ്പോഴേ സഹിക്കാൻ വയ്യ. പിടിച്ചുപറി സീരിയലിനെ പോലെ അമ്മായിയമ്മയ്ക്ക് പാഷാണം കലക്കി കൊടുക്കേണ്ടി വരുമോ? അത് പിന്നല്ലേ, നമുക്ക് കൊടുക്കാം. അതെ മോളെ, ഇനി എത്ര സമയം ഇരിക്കണം? ഇതൊക്കെ പോയല്ല മോളെ. പക്ഷേ നിന്റെ തള്ളയുടെ കയ്യിൽ നിന്ന് പൈസ ഊരുന്ന കാര്യത്തിൽ പ്രയാസ. എന്റെ പുന്നാരെ, നീ മിടുക്കല്ലേ. പൈസ വലിക്കാൻ നിന്നെക്കാണ് കേമി വേറെ ഉണ്ടോ? മോളെ പോയോ? അപ്പൊ നിന്റെ തൊഴിൽ ഇതായിരുന്നല്ലേ? ഞാൻ എന്ത് ചെയ്തെന്ന് ഈ പറയുന്നേ? എടി, എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ പുന്നാര മോൻ അബുവിനെ വഴിതെറ്റിക്കാൻ നോക്കുന്നു. ഓ, ഒരു കോടീശ്വരന്റെ മകനെ വലയിലാക്കിയ കോടീശ്വരിയായിട്ടങ്ങ് വിലസാലോ. ഞാനും കുറെ കോടീശ്വരന്മാരെ കണ്ടിട്ടുള്ളതാ. മനസ്സിലായിടി, എനിക്ക് മനസ്സിലായി. നിനക്ക് കുറെ കോടീശ്വരന്മാരെ അറിയാവുന്ന. പക്ഷേ എന്റെ മോൻ അബുവിനെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. പിന്നെ നിങ്ങളുടെ മോൻ ഷാറൂഖ് ഖാൻ അല്ലേ? ഷാറൂഖ് ഖാൻ തന്നെയാ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ വളയ്ക്കാൻ നോക്കുന്നു. നിന്നെ വെറുതെ വിടത്തില്ലടി. കാലത്ത് പിടിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. നിങ്ങൾ ചെവിക്ക് ചെവി ഇറണ്ട് കാര്യം ഒതുക്കി തീർക്കാൻ നോക്ക്. കാര്യം ഒതുക്കി തീർക്കാൻ ഇവിടെ ആർക്കെങ്കിലും ഗർഭമുണ്ടോടാ? ഒന്ന് പോടാ അവിടുന്ന്. നിന്റെ അച്ഛന്റെ ഫോൺ നമ്പർ ഇതാ. അയ്യടാ, തന്നില്ലെങ്കിലോ? നിങ്ങൾ പോകാളെ. നിന്നെ ഇനി ചാത്തനപുരത്ത് കണ്ടുപോരുത്, പറഞ്ഞേക്കാം. ആഹാ, അതുകൊള്ളാലോ. ഈ കൊച്ചിനോട് ചാത്തനമ്പുറത്ത് കണ്ടുപോരുന്ന പറയാൻ നീ ആരടി? നീ പോടി. പോകാനാ? മോളിങ്ങോട്ട് വന്നേ. എന്താ എന്താ മോളുടെ പ്രശ്നം? ഒന്നും പറയണ്ട ഉമ്മ. ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. ഇപ്പതേ പൈസ ചോദിക്കുമ്പോ ഇറക്കി വിടുന്നു. ആഹാ, അതുകൊള്ളാല. ഇത് എവിടത്തെ നിയമമാണ്? എടി, ജോലി ചെയ്ത കാശ് കൊടുക്കാതെ ഇറക്കി വിടുകയാണാ വേണ്ടത്. എനിക്ക് മനസ്സിലടി പൈസ കൊടുക്കാൻ. നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. ആ, അല്ലേലും കേസ് എടുക്കാൻ തന്നെ പോണത്. അതിനു മുമ്പ് നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എടി, നാണമുണ്ടോടി നിനക്ക്? വയസ്സുകാഴ്ച അണിഞ്ഞൊരുക്കി ചുങ്ങരിയാവാൻ നടക്കണം. എന്റെ ഇക്കി കൊണ്ടൊന്ന് വന്നോട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ വൃത്തിയായി നടക്കുന്നത് എന്റെ ഇഷ്ടം. ഞാൻ എന്റെ സൗകര്യം പോലെ ജീവിക്കും. ചെയ്യടി, ചെയ്യ്. പക്ഷേ ഇന്ന് ഈ കൊച്ചി എന്റെ വീട്ടിലാ നിക്കാൻ പോണത്. നീ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കൊന്ന് കാണാം. മോളെ കൊണ്ടുപോയിക്കോടി. ഒരു സൈനൈഡും ഒരു ഫ്യൂരിഡാനും, രണ്ടും കടുത്ത വിഷങ്ങൾ. പഠിച്ചോനെ, ഈ ചാത്തനാപുരത്തെ ഈ വിഷങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണേ. നീ എന്റെ സൽഫാനല്ലേടി? കൊച്ചിങ്ങളെ പോലും വെറുതെ വിടാത്ത രാക്ഷസി. മോളുവാ. ഇപ്പോഴാണ് ചേരുംപടി ചേർന്നത്. രണ്ടും വിഷങ്ങൾ. ഉമ്മ, ആരുടെ മയ്യത്ത് കാണാൻ നിൽക്കോടാ? അവിടെ ഫേഷ്യലും വെജിറ്റബിൾ ഫീലിംഗും. എന്റെ അച്ഛന്റെ പേര് ഗോപാലകൃഷ്ണൻ. കോർപ്പറേഷനിലെ യുഡി ക്ലർക്കാ. അമ്മ വീട്ടിലുണ്ട്. ഇളയ അനുജൻ പഠിക്കുക. എന്തിനാ മോൾ അവളുടെ അടുത്ത് പണിക്ക് പോയത്? അബുവാണ് ഒരു കൂട്ടുകാരി മുഖേന എന്നെ വിളിപ്പിച്ചത്. നല്ല ആൾക്കാരാണെന്ന് കരുതിയാ വന്നത്. ഇവളെ ഉണ്ടല്ലോ കുഞ്ഞിക്കാതിരിക്ക മൊഴി ചൊല്ലിയതാ. വെറും അഹങ്കാരി അവള്, അഹങ്കാരി. പിന്നെ ആ ചെക്കനില്ലേ അബു, കുഞ്ഞിക്കാതിരിക്കയുടെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ അവന്? ഇല്ല. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതെ, ഒരു മിനിറ്റ് മോനെ ഷുക്കൂറെ, നിന്നെ വിളിക്കാൻ കാത്തിരുന്ന നിനക്ക് വരാൻ. എന്താ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു.
ഇങ്ങോട്ട് നോക്ക്, മോള് നോക്ക്, ഇങ്ങോട്ട് നോക്കിയേ. ഇവന്റെ മുഖം കണ്ട, മൂക്ക് കണ്ട, ചെവി, കണ്ണ്, താടി കണ്ട, ഇതുപോലെ തന്നെ താടി എന്റെ ഇക്കാക്കും ഉണ്ട്. ഇതെല്ലാം എന്റെ ഇക്കാക്കന്റെ അതേ പതിപ്പാ. അതെ, ഇപ്പൊ എന്റെ ഇക്കാക്കന്റെ താടി വളർന്ന് വലുതായിട്ടുണ്ടാകും. അതിപ്പോ വെട്ടാൻ പറ്റൂലല്ലോ. ആ, ഇയാളെ കണ്ട ഉപ്പാനെ പോലെ തന്നെയുണ്ട്. ആ, അതാണ് ഞമ്മള് പറഞ്ഞത്. എന്റെ ഇക്ക ഈ 23-ന് വരും. മോക്ക് നമ്മൾ അപ്പൊ ഒരു പെർഫ്യൂം തരൂട്ടാ. അപ്പൊ ഞാൻ എന്റെ ഉമ്മയെ മുഞ്ചത്തിയാക്കി മാറ്റും. അയ്യോ, ശുക്കൂര ഇവള് പറഞ്ഞത് കേട്ടാ. ഞമ്മൾ ഇത് മോളുടെ അടുത്ത് എങ്ങനെ പറയൂന്ന് പറഞ്ഞിരിക്കായിരുന്നു. നോക്കേ, ഓക്ക് നീ പച്ചക്കറി പീലിംഗ് നടത്തിയെങ്കിൽ എനിക്ക് ഇറച്ചി പീലിംഗ് തന്നെ നടത്തണം. ഇറച്ചി പീലിംഗാ? ആ, മട്ടനോ ചിക്കനോ എന്ത് വേണേലും ആയിക്കോട്ടെ, വേടാ മട്ടൻ മതി. മട്ടനാവുമ്പോ കുറച്ചും കൂടി റേഞ്ച് കൂടല. എന്റെ ഉമ്മ ഒന്നിലും അവരുടെ പുറകിലാ വേണമെങ്കിൽ ആ മീൻ പീലിംഗ് വരെ ചെയ്ത് കൊടുത്തേക്ക്. മീൻ വേണ്ടടാ, നാറ്റമായിരിക്കും. അത് വേണ്ട, ഇറച്ചിയാകുമ്പോ നാറ്റം ഉണ്ടാവില്ല. അത് മതി. അല്ല, ഈ എന്തിനാ ഇവിടെ ഇരിക്കണത്? ഇത് ഞമ്മള് കൈകാര്യം ചെയ്തോളാം. പൊക്കോ, പോടാ. പോട്ടെ അമ്മ. എനിക്ക് പണിയൊക്കെ നന്നായിട്ട് അറിയോ ഉമ്മ. ഒരാഴ്ചത്തേക്കൊന്നും പറഞ്ഞ എന്നെ വിളിപ്പിച്ചത്. ഓ, ഒരാഴ്ച കൊണ്ടൊക്കെ സുന്ദരിയാവാൻ പറ്റുമോ? അതൊക്കെ പറ്റും. പറ്റും. പക്ഷെ അതല്ല ഉമ്മ പ്രശ്നം. ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത്. ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുമെന്നും പറഞ്ഞാ ഞാൻ വന്നത്. ഇനിയിപ്പോ ഒരാഴ്ച ഞാൻ എവിടെ പോവും? മോള് വിഷമിക്കണ്ട. മോൾ ഒരാഴ്ച ഇവിടെ നിന്നോ. മോടെ സ്വന്തം വീട് പോലെ കണ്ടാ മതി. പക്ഷേ എന്റെ ഇക്കാക്ക 23-ന് വരും. അതുവരെ മാത്രം. അതിന് മുന്നേ തന്നെ ഇവിടുന്ന് പൊയ്ക്കണം കേട്ടാ. അത്രയ്ക്കും മുടുക്കനോ എന്റെ ഇക്കാക്ക. അതുകൊണ്ടാ കേട്ടാ. വെറുപ്പണിയൊന്നുമില്ല. ഹലോ ഹലോ നീതു. പോടാ പട്ടി. ആരാ മോളെ പട്ടി? ഒരു വായി നോക്കിയാണുമ്മ. ഒയ്യോ, ഇവന്മാരെ കൊണ്ട് ഒരു ശല്യം തന്നെയല്ലേ. പിന്നെ ഈ തൊഴിലിനിറങ്ങുമ്പോ ഇതൊക്കെ സഹിച്ച മതിയാവും ഉമ്മ. പോലീസിൽ പരാതി കൊടുത്തിട്ട് ഗുണമില്ലേ മോളെ? പിന്നെ പോലീസുകാരെ കൊണ്ടായിരിക്കും ശല്യം. അവർക്കെതിരെ പരാതി കൊടുത്ത പിന്നെ മന്ത്രിമാർക്കായിരിക്കും പരാതി. അല്ലോ, അവരെ കൊണ്ട് ശല്യാണോ? സമൂഹത്തിൽ സ്ത്രീകൾക്ക് മാന്യമായിട്ട് ജീവിക്കാൻ വയ്യുമ്മ. അത് ശരിയാണുമ്മ. എന്ത്? ഇങ്ങോട്ട് മാറാ. നിനക്കെന്താണ് ഇവിടെ കാര്യം? സിം കളഞ്ഞു പോയി. എന്റെ സിം കളഞ്ഞു പോയി. തപ്പാണ്. നിന്റെ സിമ്മ് നമുക്ക് കിട്ടുമ്പോ നമ്മൾ കൊണ്ടുതരാം കേട്ടാ. എന്റെ കയ്യിലൊരു സിമ്മുണ്ട്, അത് മതിയാ? മതി. അന്റെ സിമ്മ് അന്റെ കയ്യിലിരിക്കട്ടെ. അന്റെ സിമ്മ് നമ്മുടെ വീട്ടിൽ എടുക്കൂല കേട്ടടി. ആ, നടക്കടാ. അനക്ക് ഞാൻ സിമ്മ് പഠിച്ചു തരാം. നടക്കടാ. ആഹാ, ഇങ്ങോട്ട് പാടാ. എനിക്കിപ്പോ വരാൻ പറ്റില്ലെന്ന്. ഞാനൊരു പ്ലാനിങ്ങിലാ. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങോട്ടൊന്നും വരണ്ട. നീതു നല്ല ചൂടുണ്ടല്ലേ? ഉണ്ട്. പിന്നെ ഞാനീ കണ്ട പോലുള്ള ആളൊന്നുമല്ല. എന്റെ വീട്ടില് 2-3 AC ഉണ്ട്. AC ഇല്ലാതെ എനിക്ക് ഉറങ്ങാനേ കഴിയില്ല. തൽക്കാലം ഇതൊക്കെ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. പിന്നെ എന്റെ വാപ്പ ഒരു ചില്ലറക്കാരനല്ല കേട്ടോ. ദുബായിലെ വല്ല ബിസിനസ്സുകാരനാ. കോടീശ്വരനാ, കോടീശ്വരൻ. ഇത് തന്നെ അപ്പുറത്തെ അലവലാതിയും പറഞ്ഞത്. അയ്യേ, അവൻ ഡ്യൂപ്ലിക്കേറ്റ്, ഞാനാണ് ഒറിജിനല്. എന്റെ ഉമ്മ രാവിലെ പറഞ്ഞു കേട്ടില്ലേ, എന്റെ വാപ്പനെ പോലൊരു സുന്ദരന് അവനെ പോലൊരു മരങ്ങളുടെ മോനെ എങ്ങനെയാ ഉണ്ടാവുന്നേ? അത് ശരിയാ. വേലിപ്പത്തലിന് കൈയും കാലും വെച്ചതുപോലത്തെ ഒരുത്തൻ. പക്ഷേ ഇങ്ങള് സുന്ദരനാട്ടോ. നീതു സുന്ദരിയാ. വാപ്പ നാട്ടിലൊന്ന് വന്നാ ടൗണിൽ തന്നെ നീതുവിന് ഞാൻ ബ്യൂട്ടി പാർലർ ഇട്ട് തരും. പണം വാരിയെറിയാൻ ഒട്ടും മടിയില്ലാത്തവരാണ് ഈ പറയണത്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ ഈ സ്വഭാവം വാപ്പയുടേതാണോ?
എന്ത് സ്വഭാവം? അല്ല, ഈ 2 ഭാര്യമാരുമായിട്ടുള്ള ഈ സ്വഭാവം. അയ്യേ, അങ്ങനെയല്ല, ഞാൻ എക്സ്ട്രാ ഡീസന്റ് ആണ്. എന്നെ കണ്ട എന്തെങ്കിലും കുറ്റം ആരെങ്കിലും പറയോ? പക്ഷേ കുഞ്ഞിക്കാതരക്കാക്കും ചില നല്ല സ്വഭാവമൊക്കെ ഉണ്ട്. എന്ത്? എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണ നല്ല സ്വഭാവം. അത് ശുക്കൂറിനും കാണും. പിന്നെ എത്ര അനാഥാലയങ്ങൾക്കാണ് ഞാൻ പണം കൊടുക്കുന്നതെന്നറിയോ? എന്റെ വാപ്പ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാനൊരു 4-5 അനാഥാലയങ്ങൾ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അത് നല്ല കാര്യ. ശുക്കൂറിനെ പോലെ ഒരു നല്ല മനസ്സുള്ള സുന്ദരനെ കാണാൻ കഴിഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സത്യത്തിൽ എനിക്ക് ശുക്കൂറിനോട് ഭയങ്കര 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 ഇതുണ്ട്. എനിക്ക് വയ്യ, എനിക്കും അങ്ങനെ തന്നെ. ഇത് ഇവിടെ നിൽക്കേണ്ട ആളല്ല. എനിക്കും ആഗ്രഹമുണ്ട് ദുബായിലൊക്കെ പോണോന്ന്. പക്ഷേ പാസ്പോർട്ട് റെഡി ആവണ്ടേ? ഞാനതല്ല പറഞ്ഞത്, ഒരു വലിയ ബ്യൂട്ടീഷ്യനായിട്ട് ഇന്ത്യ മൊത്തം അറിയപ്പെടണം. ഇത്രയും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. പക്ഷെ ശുക്കൂരെ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്നെ സഹായിക്കണം. എന്ത് സഹായമാണ് വേണ്ടെന്ന് പറ, ഞാൻ ചെയ്യാന്ന്. എനിക്കൊരു ഇളയ സഹോദരനുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പൊ അവനൊരു ചെറിയ കുഴപ്പമുണ്ട്. അറിയാതെ മുത്തേ, എന്താ പ്രശ്നം ഒന്ന് പറ. അവന്റെ ഹാർട്ടിനൊരു പ്രശ്നം. ഒരു വാൽവ് അടഞ്ഞിരിക്കുക. അത് തുറക്കാൻ പറ്റൂലേ? അത് തുറക്കണമെങ്കിലേ ഓപ്പറേഷൻ ചെയ്യണം. ആ ഓപ്പറേഷന് 2 ലക്ഷം രൂപ വേണം. എന്റെ കയ്യില് ഒരു 1.5 ലക്ഷം രൂപയുണ്ട്. ഒരു 50,000 രൂപയും കൂടി കിട്ടിയാ എന്റെ അനിയൻ രക്ഷപ്പെടും. അതിപ്പോ 50,000 രൂപ ഞാൻ അവിടെ പോനെ പെട്ടെന്ന് പടച്ചോനെ. ഒരുപാട് അനാഥാലയങ്ങളല്ലേ, എന്നെ ഒന്ന് സഹായിക്കണം.